പറഞ്ഞിട്ട് പിന്നെ നബി തങ്ങൾ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ മക്കയുടെ പ്രാന്തപ്രദേശത്ത് കൊച്ചുനാളിൽ കഴിച്ചുകൂട്ടിയ കഥയാണ് പറയുന്നത്. എന്നെ കൊച്ചുപ്രായത്തിൽ പഠിപ്പിക്കാനും എന്നെ വളർത്താനും വേണ്ടി ഹലീമ ബീവിയെ എൻ്റെ ഉമ്മ ആക്കി കൊടുത്തൊരു നേരം ഞാൻ ഹലീമ ബീവിയുടെ മകനുമൊത്ത് ഫബൈന അന മഅ ഖില്ലി ഖൽഫ ബുയൂതിനാ നർആ ബുഹ്മൻ ലനാ, ഞങ്ങളുടെ ആടുകളെ മേച്ചു നടക്കുമ്പോൾ ഇത് അതാനി റജുലാൻ, രണ്ടാളുകൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നു. അലൈഹിമാ സിയാബുൻ ബീദുൻ, വെളുത്ത വസ്ത്രം ധരിച്ച രണ്ടാളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ബിതസ്തിം മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു തളികയുമായി. മംലൂഇൻ സൽജൻ, ഐസുണ്ട് ആ പാത്രത്തിൽ. സുമ്മ ഖദാനി, അവർ രണ്ടുപേരും എന്നെ പിടിച്ച് കടത്തുകയും ഫശഖാ ബത്നി, എൻ്റെ മേൽഭാഗം പിളർക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവത്തെ ഹബീബായ നബി തങ്ങൾ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. ഞാനും ഹലീമ ബീവിയുടെ മോനും കൂടെ ആടുകളെ മേച്ചു നടക്കുമ്പോൾ ആ സമയത്ത് ഫഅഖ്ബല ത്വയ്റാനി അബിയളാൻ, രണ്ട് വെളുത്ത പക്ഷികളാണ് വന്നത് എന്നും റിവായത്തുണ്ട്. കഅന്നഹുമാ നസ്റാൻ, പരുന്തുകളെ പോലെ തോന്നിപ്പിക്കുന്ന രണ്ട് പക്ഷികളാണ് വന്നത്. അതിലൊരാൾ മറ്റൊന്നിനോട് ചോദിക്കുന്നുണ്ട്, അഹുവ ഹുവ, ഇവര് തന്നെയാണോ അത്, ഈ കുട്ടി തന്നെയാണോ അത്? ഖാല നഅം, അതെ എന്ന് പറയുകയും എന്നെ അവിടെ കിടത്തുകയും ചെയ്തു. എൻ്റെ ഹൃദയം അവർ പിളർത്തതെനിക്ക് ഓർമ്മയുണ്ട്. രക്തമോ വേദനയോ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു കത്തി കൊണ്ടുവരാൻ പറയുന്നു, വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു കറുത്തത് പുറത്തെടുത്ത് കളയുകയും ഈമാനും ഹിക്മത്തും നിറച്ചുകൊണ്ട് എൻ്റെ ഹൃദയം തൽസ്ഥാനത്ത് തന്നെ വെക്കുകയും ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅഖ്റജാ മിൻഹു അലഖതൈനി സൗദാവൈൻ, കറുപ്പ് നിറമുള്ള രണ്ട് കഷ്ണങ്ങൾ എൻ്റെ കൽബിൽ നിന്ന് അവർ എടുത്തു മാറ്റുകയുണ്ടായി. ഫഅഖദാനി ഫബതഹാനി ഇലൽ ഖഫാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കിടത്തിയതും ഹബീബിനെ ഓപ്പറേഷൻ ചെയ്തതും പുണ്യനബി തങ്ങൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ലേസർ ഓപ്പറേഷനുകൾ ഇന്ന് സാധ്യമായ കാലം അള്ളാഹുവിൻ്റെ മലക്കുകൾ, പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകൾ ഹബീബിനെ ഒരു അടയാളമോ വേദനയോ ഇല്ലാതെ സർജറി ചെയ്തു എന്ന് പറയുന്നതിൽ മുഅ്മിനീങ്ങൾക്ക് വിശ്വസിക്കാൻ എന്ത് പ്രയാസമുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിനി ബിമാഇ സൽജിൻ ഫഗസലാ ബിഹി ജൗഫി, തണുത്ത മനോഹരമായ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ ഉള്ളകം കഴുകി ശുദ്ധിയാക്കി. എന്നിട്ട് ഫഖാല അഹദുഹുമാ ലിസാഹിബിഹി ഹിസ്ഹു ഫഹാസഹു, എൻ്റെ ഹൃദയം ചേർത്ത് വെക്കുകയും അവിടെ നുബുവത്തിൻ്റെ അന്ത്യമാണ്, ഖാത്തമുൻ നബിയീനാണ്, പ്രവാചകന്മാരുടെ അന്തിമ കണ്ണിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഖാത്തം എൻ്റെ ദേഹത്ത് അടിക്കാൻ പറയുകയും ഹബീബായ നബി തങ്ങളുടെ തോളിൽ ഖാത്തമുൻ നുബുവത്ത് കുത്തുകയും ചെയ്ത നേരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ഖാത്തമിൻ്റെ അടയാളമുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ ഹൃദയം പിളർന്ന സമയവും ഖാത്തം ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം. ഇജ്അൽഹു ഫീ കിഫ്ഫ വജ്അൽ അൽഫം മിൻ ഉമ്മതിഹി ഫീ കിഫ്ഫ. എന്നിട്ട് മലക്ക് പറഞ്ഞു, ഈ പ്രവാചകരെ ഒരു തുലാസ് കൊണ്ടുവന്ന്, മലക്കുകൾ കൊണ്ടുവന്ന തുലാസ്, ആ തുലാസിന്റെ ഒരു തട്ടിൽ ഈ പ്രവാചകരെ നിർത്തുക. ആ പ്രവാചകരുടെ ഉമ്മത്തികളിൽ 1000 പേരെ മറുഭാഗത്തും നിർത്തുക. വരാൻ പോകുന്ന ഉമ്മത്തികളെ, മിഅ്റാജുൽ ഹബീബിന് വരാൻ പോകുന്നവയെ അള്ളാഹു കാണിച്ചു കൊടുത്ത പോലെ ഹബീബിന്റെ ഉമ്മത്തികളാകാൻ പോകുന്നവരെ പുണ്യനബി ഞങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. 1000 പേർ. പുണ്യനബി ഞങ്ങൾ പറയുന്നു, ഫഇദാ അന അൻദുറു ഇലൽ അൽഫി ഫൗഖി ഉഷ്ഫിഖു അൻ യഖിറ അലയ്യ ബഅദുഹും, 1000 ആളുകൾ എൻ്റെ തലക്കുമീതെ നിൽക്കുന്നതായി ഞാൻ കാണുന്നു. എന്നെ അവർ തൂക്കുകയായിരുന്നു. മലക്കുകൾ കൊണ്ടുവന്ന പ്രത്യേകമായൊരു തുലാസിൽ. ആ തൂക്കം ലൗ അന്ന ഉമ്മതഹു വസിനത് ബിഹി ലമാല ബിഹിം, പുണ്യനബിയേക്കാൾ ഭാരമാവാൻ 1000 പേർക്ക് കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, വേണ്ട വേണ്ട, ഹബീബിൻ്റെ ഉമ്മച്ചികളെ മുഴുവൻ കൊണ്ടുവന്ന് നിർത്തിയാലും ഈ ഹബീബിനോളം അവർക്ക് ഭാരമുണ്ടാവില്ല എന്ന് അവർ പറയുന്നതും ഞാൻ കേട്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിച്ചരണ്ട് ഹലീമ ബീവിയുടെ അരികത്തേക്ക് ഓടിപ്പോകുന്ന പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉമ്മാ ഉമ്മ എന്ന് വിളിച്ച് ഹലീമ ബീവിയോട് കഥ പറഞ്ഞു.
ആ രണ്ടാളുകൾ വന്നതും ഹൃദയം പിളർന്നതും പറഞ്ഞു കൊടുത്തപ്പോ ആ ഉമ്മ വല്ലാതെ പേടിച്ചിട്ട് പറഞ്ഞു, ഉഈദുക ബില്ലാഹ്, അല്ലാഹു മോനെ കാക്കട്ടെ, മോന് വിപത്തുകൾ വരാതിരിക്കട്ടെ എന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. എന്നിട്ട് നേരെ പോയത് ഒരൊട്ടകം കൊണ്ടുവരാൻ. ഫജഅലത്നി അലർ റഹ്ലി, ഒട്ടകക്കട്ടിലിൽ പുണ്യനബി തങ്ങളെ ഇരുത്തുകയും ചെയ്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നേരെ പോകുന്നു ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക്. ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടേക്ക്, ഉമ്മയുടെ അരികത്തേക്ക് ഹബീബിനെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, അദ്ദൈതു അമാനതി വദിമ്മതി, ഹബീബായ നബി തങ്ങളെ പോറ്റി വളർത്തിയ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, ഇത്രയും നാൾ ഞാൻ എൻ്റെ കൂടെ നിർത്തി വളർത്തിയത്, എൻ്റെ അമാനത്ത്, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാനിതാ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയുകയും മോന് മലക്കുകളാലുണ്ടായ അനുഭവം, ഹൃദയം പിളർന്നതും അത് കഴുകി ശുദ്ധിയാക്കി വെച്ചതും ആ അനുഭവം ഹലീമ ബീവി ഉമ്മയോട്, ആമിന ബീവിയോട് കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഫലം യറുഹാ ദാലിക്, ആമിന ബീവിക്ക് അത് കേട്ടിട്ടൊരു പേടിയും വന്നില്ല. ഫഖാലത്ത്, അന്നേരം ആമിന ബീവി പറഞ്ഞു, ഇന്നി റഅയ്തു ഖറജ മിന്നി നൂറുൻ അല്ലാഅതു ലഹു ഖുസൂറുശ് ശാം, ഞാൻ ഈ പുണ്യമോനെ ഗർഭം ചുമന്ന് നടന്ന നേരത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം പരന്നത് ഞാൻ ഓർക്കുകയാണ്. അല്ലാഅതു മിൻഹു ഖുസൂറുശ് ശാം, മക്ക മാത്രമല്ല, മദീന മാത്രമല്ല, ഷാമിലെ കോട്ടകളും കൊട്ടാരങ്ങളും മുഴുവനും എനിക്ക് കാണാൻ കഴിയുന്ന വിധം ഒരു പ്രകാശം എൻ്റെ വയറ്റിൽ നിന്ന് പുറപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊരു അത്ഭുതം കാണിക്കുന്ന മോനാണ്, ഇത് സാധാരണ മോനല്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ എൻ്റെ പോറ്റുമ്മയായ ഹലീമ ബീവിയോട് പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട് എന്ന് സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചതാണ്. കൈഫ കാന അവ്വലു ശഅനിക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ കുട്ടിക്കാലം എങ്ങനെയുണ്ടായിരുന്നു, അങ്ങയുടെ കൊച്ചുനാളിലെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഹബീബിനോട് ചോദിച്ചപ്പോ പുണ്യനബി തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ കഴിഞ്ഞ ആ കാലഘട്ടത്തെ ചരിത്രം സ്വഹാബത്തിന്റെ കൂടെ അയവിറക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധ ഹൃദയം അല്ലാഹു കഴുകിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു കഴുകൽ നടന്നത് ഇസ്രാ മിഅ്റാജ് നടക്കുമ്പോഴാണ്. അല്ലാഹുവിൻ്റെ അരികത്തേക്ക്, അള്ളാഹുവിൻ്റെ സന്നിധാനത്തേക്ക് ഹബീബിനെ കൊണ്ടുപോകുമ്പോൾ ആ പരിശുദ്ധമായ ഹൃദയം വീണ്ടും കഴുകിയിട്ടുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ നൂറ് കാണാനാണ് പോകുന്നത്. അള്ളാഹുവിൻ്റെ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് ഒരിക്കലൂടെ ഹൃദയം പിളർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നിലേറെ തവണ, 2, 3, 4 തവണകൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായി എന്നാണ് ചരിത്രം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്ക് പോകുന്ന ചരിത്രം ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ താലിബിന്റെ കൂടെ സിറിയയിലേക്ക് പോകുന്നു. 12 വയസ്സാണ് പ്രായം. ഫീ അശ്യാഹിം മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽ പ്രമാണിമാരായ മഹാന്മാരായ ഖുറൈശികളിലെ ഒരുപാട് മഹത്തുക്കളുണ്ടവിടെ. അവരുടെ കൂടെയാണ് യാത്ര. ആ യാത്ര സിറിയയിലെത്തുന്നു. ഡമസ്കസിന്റെ പരിസരത്ത് ബുസ്റ എന്നൊരു നാടുണ്ട്. ബുസ്റയുടെ അരികത്തേക്ക് എത്തിയപ്പോൾ ഹബതൂ, അവർ മുഴുവനും അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ദീർഘമായ യാത്ര, 40 ദിവസമെടുക്കുന്ന ഫലസ്തീനിലേക്കുള്ള യാത്രയിലാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഒട്ടകങ്ങളെല്ലാം, ഒട്ടകക്കട്ടിലുകളെല്ലാം താഴെ വെച്ചു. ഒട്ടകങ്ങൾ മുട്ടുമടക്കിയിരുന്നു. ആ ബുസ്റയിൽ ഒരു മഹാത്ഭുതമുണ്ട്. അവിടെ കാണുന്ന കുന്നിന്റെ മുകളിൽ ഒരു പുരോഹിതൻ ഇരിക്കുന്നുണ്ട്. ആ പുരോഹിതന്റെ പേരാണ് ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ. ബഹീറ ആ വഴിക്ക് യാത്രാ സംഘങ്ങൾ പോകുമ്പോൾ ആരെയും നോക്കാറ് പോലുമില്ല. അദ്ദേഹം ആരാധനയിൽ മുഴുകുന്ന ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. ആരെയും ശ്രദ്ധിക്കാറില്ല, ആരോടും വന്ന് പരിചയപ്പെടാറില്ല. ബഹീറയെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ബഹീറ ഓടി വരികയാണ്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്ന ആ ഒട്ടക സംഘത്തെ സ്വീകരിക്കാൻ അദ്ദേഹം ഇറങ്ങി വന്നു. ഫഅഖദ ബിയദി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങൾ എന്ന പ്രവാചകരല്ല, 12 വയസ്സ് മാത്രമുള്ള സുമുഖനായ അതിസുന്ദരനായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കരം പിടിച്ചു ബഹീറ. ബഹീറക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. വേദഗ്രന്ഥം പഠിച്ച ആളാണ്. അന്ത്യപ്രവാചകന്റെ ലക്ഷണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വായിച്ചത് ബഹീറക്കറിയാം.
പുണ്യനബി തങ്ങളുടെ അരികത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ബഹീറ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. സുനന് തുർമുദിയിൽ അത് നമുക്കിപ്പോൾ വായിക്കാൻ കഴിയും. ഹാദാ സയ്യിദുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ലോകങ്ങളുടെ നേതാവാണ്. ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ, ഇത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദൂതനാണ്. ജനങ്ങളിലേക്ക് സത്യം പറയാൻ വന്ന അന്ത്യപ്രവാചകരാണ്. യബ്അസുഹുല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് കരുണയായി അല്ലാഹു നിയോഗിക്കാൻ പോകുന്ന അന്ത്യപ്രവാചകരാണ് ഈ കുട്ടിയെന്ന് ബഹീറ പുരോഹിതൻ പുണ്യനബിയുടെ കൈപിടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹബീബിന്റെ ജീവിതം ഒരു അത്ഭുത ജീവിതമാണ്. ഹബീബിന്റെ ജന്മം അത്ഭുത ജന്മമാണ്. ഹബീബിന്റെ പരമ്പര അത്ഭുതമാണ്, പരിശുദ്ധമാണ്. അവിടുത്തെ ജീവിതം പരിശുദ്ധമാണ്. കാരണം ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, എല്ലാ അല്ലാഹുവിന്റെ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠരായവർ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായവർ, മലായിക്കത്തുകളെക്കാളും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർ. മിഅ്റാജിന്റെ യാത്രയിലൂടെയാണ് മലക്കുകളുടെ ലോകത്ത് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്തത് ഹബീബായ നബി തങ്ങൾക്ക് സാധ്യമായിരുന്നുവെന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തത്. ആ റസൂലാണിത്. 12 വയസ്സുള്ളപ്പോൾ പ്രവാചകത്വം കിട്ടുന്നതോ 40-ാമത്തെ വയസ്സിൽ. പ്രവാചകത്വം കിട്ടുന്ന 40-ൽ. പുണ്യനബി തങ്ങൾക്ക് 12 വയസ്സുള്ളപ്പോൾ ഫലസ്തീനിലേക്ക് എത്താൻ ഇനിയും ഒരു 600-700 കിലോമീറ്ററുകൾ ബാക്കിയുണ്ടായിരിക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെന്ന 12 വയസ്സുകാരന്റെ കൈ പിടിച്ചുകൊണ്ട് പുണ്യനബി തങ്ങളുടെ ഖുർആനോ ഇസ്ലാമോ അറിഞ്ഞിട്ടില്ലാത്ത, എന്നാൽ തൗറാത്തിലൂടെ ദീനിനെ അറിഞ്ഞ ബഹീറ പുരോഹിതൻ പുണ്യനബിയുടെ കൈപിടിച്ച് പറഞ്ഞ വാക്കുകളാണ് ഹാദാ സയ്യിദുൽ ആലമീൻ, ഇത് ലോകത്തിന്റെ നേതാവാണ്. ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ റസൂലാണ്. യബ്അസുഹുല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായി അല്ലാഹു നിയോഗിക്കുന്ന റസൂലാണിത്. ഇത് കേട്ടപ്പോ ഖുറൈശികളിലെ പ്രമാണിമാർ മാ ഇൽമുക ബഹീറ, ഞങ്ങളുടെ നാട്ടിലെ ഒരു കുഞ്ഞിന്റെ കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ മാത്രം എന്തറിവാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ എന്തറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്? ഇന്നകും ഹീന അശ്റഫ്തും മിനൽ അഖബ, നിങ്ങൾക്കറിയുമോ ഈ കുന്നിൻ ചെരുവ് നിങ്ങൾ താഴെ ഇറങ്ങി വരുമ്പോൾ ലം യബ്ഖ ശജറുൻ വലാ ഹജറുൻ ഇല്ലാ ഖറ സാജിദാ, എല്ലാ മരങ്ങളും എല്ലാ ചെടികളും കല്ലുകളടക്കം ഈ കുഞ്ഞിന് വേണ്ടി കുനിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? ബഹീറ പുരോഹിതനാണ് പറയുന്നത്. ലം യബ്ഖ ശജറുൻ വലാ ഹജറുൻ, കല്ലോ വൃക്ഷമോ ഇല്ലാ ഖറ സാജിദൻ വലാ യസ്ജുദാനി ഇല്ലാ ലിനബിയ്യിൻ വഇന്നി അരിഫുഹു ബിഖാതമിൻ നുബുവ്വ. ഈ കുന്നിൻ ചെരുവ് നിങ്ങൾ ഇറങ്ങി വരുമ്പോ മലമുകളിലെ ഈ ഗുഹയിലിരിക്കുന്ന എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. അവിടുത്തെ പാറക്കല്ലുകൾ ചെരിയുന്നത്, ആ വൃക്ഷങ്ങൾ തലകുനിക്കുന്നത്, അങ്ങനെ ഒരു സുജൂദ് ചെയ്യുന്നത് ഒരു പ്രവാചകന് വേണ്ടിയല്ലാതെ ഒരു സാധാരണ മനുഷ്യനതുണ്ടാവില്ല എന്ന് പഠിച്ച ആളാണ് ഞാൻ. ഈ കുഞ്ഞിനെ എനിക്കറിയാം. ഒരു ആപ്പിളിന്റെ നിറമുള്ള ഒരു മാംസക്കഷ്ണം ആ കുഞ്ഞിന്റെ വലതുവശത്തെ തോളിന്റെ താഴെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ഹബീബാ നബി തങ്ങളുടെ കൂടെ അങ്ങനെ ഒരു മഹാത്ഭുതമുള്ളത് കൂടെ യാത്ര ചെയ്ത ആളുകൾക്കറിയില്ലായിരുന്നു. ബഹീറ പുരോഹിതൻ പറഞ്ഞപ്പോ ഹബീബാ നബി തങ്ങളുടെ തോളിലെ വസ്ത്രം നീക്കുകയും അവരത് കാണുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ബഹീറ പുരോഹിതൻ ആ കുട്ടിക്ക് വേണ്ടി പുണ്യനബി തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കൊടുത്തു. അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി. ഫലമ്മാ അതാഹും ബിഹി വകാന ഹുവ ഫീ റഇയത്തിൽ ലിബിലി, ഒട്ടകങ്ങളെ മേച്ചു നടക്കുന്ന ആട്ടിടയന്മാരുടെ കൂടെയാണ് ഹബീബ് നടക്കുന്നത്. അങ്ങനെ ഹബീബായ നബി തങ്ങളെയും കൊണ്ടുവരാൻ പറഞ്ഞു ബഹീറ. ബഹീറ പറഞ്ഞതനുസരിച്ച് നബിയുടെ കൈപിടിച്ചുകൊണ്ട് അവർ ബഹീറ പുരോഹിതന്റെ അവരുടെ ഗുഹയിലേക്ക്, അവരുടെ താമസ സ്ഥലത്തേക്ക് നടന്നു നീങ്ങുമ്പോ ഫഅഖ്ബല വഅലൈഹി ഗമാമത്തുൻ തുദില്ലുഹു, ഹബീബായ നബി തങ്ങൾക്ക് തണൽ വിരിച്ചു കൊടുക്കാൻ ഒരു മേഘം മിഥലൽ ഗമാമതി അന്നാസാറ സായിറതൻ
ഹബീബായ നബി തങ്ങൾ എങ്ങോട്ട് നീങ്ങുമ്പോഴും ഹബീബിന്റെ കൂടെ ഒരു മേഘമുണ്ടായിരുന്നു എന്ന് മഹാനായ ഇമാം ബുസ്വരി റഹ്മഹുല്ല പറഞ്ഞതുപോലെ പുണ്യ നബി തങ്ങളുടെ മീതെ ഒരു ഗമാമ, ഒരു മേഘമുണ്ടായിരുന്നു. തുദില്ലുഹു, ഹബീബിന് തണൽ വിരിച്ചു കൊടുക്കാൻ ഒരു മേഘമുണ്ടായിരുന്നു. അങ്ങനെ പുണ്യനബി വരുമ്പോൾ ബഹീറ പുരോഹിതൻ ഒരുക്കിയ ഭക്ഷണം വെച്ച സ്ഥലത്ത് ഒരു വൃക്ഷമാണുള്ളത്. ആ വൃക്ഷത്തിന്റെ തണലിൽ ഖുറൈശി പ്രമാണിമാരൊക്കെ ഇരുന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു നിഴലുള്ള സ്ഥലം ഇനി ബാക്കിയില്ല. പുണ്യനബി നടന്നു വരികയും ആ വൃക്ഷത്തിൽ തണലില്ലാത്തിടത്ത് നിബിതങ്ങൾക്ക് ഇരിക്കേണ്ടി വരികയും ചെയ്ത് പുണ്യനബി ഇരിക്കുമ്പോഴേക്കും ആ വൃക്ഷത്തിന്റെ തണൽ അങ്ങോട്ട് നീങ്ങുന്നു. فقال انظروا الى فيء الشجره ما عليه. പുണ്യനബി തങ്ങളെ നോക്കിക്കൊണ്ട് ബഹീറ പറഞ്ഞു, ഖുറൈശികളെ, നിങ്ങൾ കാണുന്നുണ്ടോ വെയില് മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് ആ കുഞ്ഞ് ചെന്നിരുന്നപ്പോൾ ആ വൃക്ഷത്തിന്റെ തണൽ ആ കുഞ്ഞിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലയോ? അള്ളാഹു ഹബീബിനെ ആദരിക്കുകയാണ്. ഹബീബിന്റെ സ്ഥാനം എത്രയാണെന്ന് അള്ളാഹു ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ബഹീറ പുരോഹിതൻ അബൂ ത്വാലിബിനെ വിളിച്ചു. ആരാണ് കുഞ്ഞിന്റെ പിതാവ്? അബൂ ത്വാലിബ് പറഞ്ഞു, ഞാൻ തന്നെയാണ്. അബൂ ത്വാലിബ് ഹബീബായ നബി തങ്ങളുടെ ഉപ്പയുടെ ജ്യേഷ്ഠനാണ്, നബി തങ്ങളുടെ നേരെ പിതാവല്ല. പക്ഷേ മോനെ പോലെയാ അബൂ ത്വാലിബ് നബി തങ്ങളെ കണ്ടത്. തങ്ങളാണെങ്കിലോ ഉപ്പയുടെ സ്ഥാനം കൊടുത്ത് ബഹുമാനിച്ച ആളായിരുന്നു അബൂ ത്വാലിബ്. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോനാണ് എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ആ മോന്റെ ലക്ഷണങ്ങൾ വായിച്ചുകൊണ്ട് ബഹീറ പറഞ്ഞു, അബൂ ത്വാലിബേ, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ, ഈ കുഞ്ഞിന്റെ പിതാവ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ അബൂ ത്വാലിബ് പറഞ്ഞു, ശരിയാണ്, ഇതെന്റെ സഹോദരന്റെ മോനാണ്, ഇബ്നു അഖീ. ഈ കുഞ്ഞ് ജനിക്കും മുമ്പ് ആ കുഞ്ഞിന്റെ പിതാവ് മരണപ്പെട്ടിട്ടില്ലയോ എന്ന് ബഹീറയുടെ ചോദ്യം അവരാകെ അമ്പരന്നു പോയി. ഇത്രമേൽ അതിസൂക്ഷ്മമായ അറിവുകൾ പോലും വിജ്ഞാനങ്ങളിൽ അവർക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളുടെ ജനനം അള്ളാഹു പ്ലാൻ ചെയ്ത ഒരു ജനനമാണ്. ഹബീബിന്റെ ജനനം ഇങ്ങനെയാവണമെന്ന് അള്ളാഹു കാലേ കൂട്ടി അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതം പടുത്തുയർത്തിയതിൽ അവിടുത്തെ സ്വഭാവ ഗുണങ്ങളിൽ ഹബീബിന്റെ സ്വഭാവ മഹിമ ലോകത്ത് ഒരാൾക്കുമില്ലാത്തതാണെന്നറിയാം. അങ്ങനത്തെ ഒരു സ്വഭാവം ഒരു പിതാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഉമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് ഉമ്മയിൽ നിന്നോ വാപ്പയിൽ നിന്നോ കണ്ടു പഠിച്ചതാവണമെന്നാണ് ജനങ്ങൾ പറയാം. എന്നാൽ അങ്ങനെ ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങൾ ഒരു ഉമ്മയുടെയോ ഉപ്പയുടെയോ ഗുണങ്ങളിൽ നിന്ന് കിട്ടിയതല്ല. ഹബീബിന്റെ തർബിയത്ത് അള്ളാഹു ചെയ്തതാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനായിരിക്കണം പുണ്യനിബിതങ്ങൾ യതീമായി ജനിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറയാം. ഹബീബായ നബി യതീമാവാൻ കാരണം ഹബീബിന്റെ തർബിയത്തിന്റെ ക്രെഡിറ്റ് ഒരു മനുഷ്യർക്കും അള്ളാഹു നൽകുന്നില്ല. കാരണം ഹബീബിന്റെ ഉപ്പ ജീവിച്ചിരിപ്പില്ലല്ലോ, ഉമ്മയും 6 വയസ്സായപ്പോഴേക്കും വഫാത്തായില്ലയോ. ആ ഹബീബിന്റെ തർബിയത്ത് അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. അള്ളാഹുവിന്റെ തർബിയത്തിലാണ് ഹബീബ് വളർന്നത്. ആ ഒരു ക്രെഡിറ്റ് റബ്ബിന് മാത്രമാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഹബീബിന്റെ ജനനത്തിന്റെ സമയം, ഉപ്പയുടെ മരണം സംഭവിച്ചതടക്കമുള്ള ഹബീബിന്റെ ജീവിതത്തിലെ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ അതുപോലും ഉമ്മത്തിന് നൽകുന്ന പാഠങ്ങളാണ്. അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് ബഹീറ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ, അബൂ ത്വാലിബേ, ഈ കുഞ്ഞുമായി നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോകണം, ഈ കുട്ടിയെ മക്കയിലേക്ക് കൊണ്ടുപോകണം. കാരണം നിങ്ങൾ പോകുന്ന ഫലസ്തീൻ, അന്നത്തെ ഷാം, അത് ഭരിക്കുന്നത് റോമക്കാരാണ്. റോം എന്ന് പറയുന്നത് ഇന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിളാണ്, ഇന്നത്തെ ഇസ്തംബൂൾ അടക്കമുള്ള തുർക്കിയുടെ ഭാഗമാണ്. അവിടം ഭരണം നടത്തുന്നത് യൂറോപ്യരാണ്. അവർക്ക് വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പരിചയമുണ്ട്. അന്ത്യപ്രവാചകന്റെ ലക്ഷണങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് ഈ കുട്ടിയെ അവർ മാർക്കറ്റിലോ പൊതുവഴികളിലോ കണ്ടാൽ അവരിൽ ജ്ഞാനമുള്ള ഏതെങ്കിലും വേദപണ്ഡിതന്മാരുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ മുഖം നോക്കി അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ആ കുഞ്ഞിനെ അവരപായപ്പെടുത്തും. ആ കുഞ്ഞിന്റെ ആ മുഖം കണ്ടുകൊണ്ട് അവർ തിരിച്ചറിയും ഇത് അന്ത്യപ്രവാചകനാണെന്ന്. തങ്ങളുടെ മതത്തിലോ തങ്ങളുടെ കൂടെയുള്ള പ്രവാചകന്റെ ആ ഒരു പരമ്പരയിലോ അല്ലാതെ മറ്റൊരു പ്രവാചകൻ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ പുണ്യമോനെ
അവര് കൊന്നുകളയും അബൂ താലിബേ, അതുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ബുസ്റയിലെത്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ എന്നിവരുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ ബുസ്റയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. ഉൻഷിദുകുമുല്ലാഹ അയ്യുക്കും വലിയുഹു, ആരാണോ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെങ്കിൽ അബൂ താലിബ് അത് നിങ്ങളല്ലയോ, തിരിച്ചു പോകണം എന്ന് ബഹീറ പുരോഹിതനാണ് പറഞ്ഞത്. 12 വയസ്സുള്ള ഹബീബിനെ നോക്കിയിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുൻ സയ്യിദുൽ അഅറാബി വൽ അജമീ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മുഴുവനും വെളിച്ചമേകാൻ വരുന്ന അന്ത്യദൂതരാണ് എന്ന് ഹബീബിന്റെ മുഖത്തെ വെളിച്ചം കണ്ട് മനസ്സിലാക്കിയ ബഹീറ പുരോഹിതൻ ഖദീജ ബിവിക്കതറിയുമായിരുന്നു. മക്കയിലെ ഹനീഫികളായ ആളുകൾക്ക് ഹബീബിനെ അറിയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരന്ത്യപ്രവാചകൻ വരുന്ന നാടാണ് ഉമ്മുൽ ഖുറാ, ഗ്രാമങ്ങളുടെ ഉമ്മയായ, ഗ്രാമങ്ങളുടെ മാതാവായ നാട്. പരിശുദ്ധമായ മക്കയിൽ അന്ത്യറസൂല് വരുന്നുണ്ട് എന്ന് കാലേ കൂട്ടി അള്ളാഹു അറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് പുണ്യ ഹബീബിനെ ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞേക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.